Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയല്ല, സാധാരണ അപ്പം ഇടിയപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ എടുക്കണ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ്, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ. ഇനി അരിപ്പൊടി ഞാനൊന്ന് വറുത്തെടുക്കണേ. ഇത് ഓൾറെഡി വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഒന്നും കൂടി വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറോട് കൂടിയും ഒക്കെ വരും കേട്ടോ. ഇപ്പോൾ ഏത് ബ്രാൻഡ് അരിപ്പൊടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാറുണ്ട്. നന്നായിട്ട് തന്നെ വറുത്ത് ഒരു നല്ലൊരു മണം വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വറുത്തെടുക്കണത്. ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും, ഓൾറെഡി വറുത്ത അരിപ്പൊടിയായ കാരണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വറുത്തെടുത്ത അരിപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഈ അരിപ്പൊടിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി അളന്നെടുത്തത് ആ സെയിം കപ്പിലോ ഗ്ലാസ്സിലോ എന്തിലാന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ അതിന് 1/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ എടുക്കണ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ പിടി നാളികേരം ചെരുകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരത്തിൻ്റെ അളവ് കുറച്ച് കൂടി പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നാളികേരം ഇതിലേക്ക് ചേർക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ വരും, പുട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു എന്താ പറയുക, ഒരുപാട് ഒട്ടാത്തൊരു രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വരും. നമ്മൾ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കണ കാരണം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴായിരിക്കും പുട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് വരിക. നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന പുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുറത്ത് വെച്ചാലും അത് തീരെ ഹാർഡായിട്ടൊന്നും വരില്ല. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഫ്ലേവറോട് കൂടിയ ഒരു പുട്ട് തന്നെയായിരിക്കും. ഞാൻ പുട്ടിൻ്റെ വീഡിയോയുടെ അതായത് പുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ റെസിപ്പി വേണ്ടവർക്ക് അത് കണ്ടു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പരന്ന എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് വരുമല്ലോ. തണുത്ത് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഈ പൊടി ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. അതായത് ബോൺലെസ് പീസസ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലുള്ള ചിക്കൻ പീസസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ല് മാറ്റിയതിന് ശേഷം ബാക്കി ബോൺലെസ് പീസസ് അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ കുക്കായിട്ട് വന്നോളും. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊന്നും ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കി നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്തൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ വരണ വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കണത്. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടെൻഡർ തന്നെയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രമാണ് ഞാനിത് തുറക്കുള്ളൂ കേട്ടോ. ചിക്കൻ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 വലിയ സവോള ചെറുതായിട്ട് തന്നെ മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ പുട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സവോള എന്നല്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മീഡിയം സൈസിലുള്ള സവോളയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 3 സവോള മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഈ സവോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സവോളയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ചതച്ചത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിലാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 8 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളകാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ചിക്കൻ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇതിനെ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കണത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. പിന്നെ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുത്ത ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പ് തയ്യാറാക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇനി നമുക്കിതൊന്ന് എന്താ പറയുക, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് മാറ്റി സോഫ്റ്റ് ആക്കി എടുക്കാം. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ പൾസ് ബട്ടൺ ആണ് കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം ഇത് മിക്സിയിൽ അടിച്ചെടുത്താലും ഇത് കട്ട പിടിക്കുകയോ അങ്ങനെയൊന്നും തന്നെ വരില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 പ്രാവശ്യമൊക്കെ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ പുട്ട് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടി കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കയ്യിലെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് നമ്മളത് പൊടിച്ചിടണ സമയത്ത് കറക്റ്റായിട്ട് പൊടിയായിട്ട് വരണം. അപ്പോൾ പുട്ടുപൊടിക്ക് കറക്റ്റായിട്ടുള്ളൊരു നനവ് തന്നെ വന്നു എന്നർത്ഥം കേട്ടോ. ഇപ്പം നനവ് കുറവാണെന്നുണ്ടെങ്കിലും പുട്ട് കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല, അതുപോലെ കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ടും വരില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു നല്ല ടേസ്റ്റി ആയിട്ട് വരില്ല, ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതായിരിക്കും ചിക്കൻ പുട്ടിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടിയിട്ട് എടുക്കില്ലേ, അതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താലും മതി. ഒരുപാട് വലിയ കഷ്ണങ്ങളാവണ്ടാവുന്ന മാത്രം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിനുശേഷം ഇപ്പോൾ കാണിക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗരം മസാല നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊരു അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരുന്നത്.
ഇപ്പൊ കണ്ടില്ലേ ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ വരെ നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട്, അതായത് നന്നായിട്ട് കുക്കായിട്ട് വന്നോട്ടെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. ഇപ്പൊ കണ്ടില്ലേ തക്കാളി നന്നായിട്ട് തന്നെ കുക്കായിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഈ ഒരു മസാലയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിക്കൻ പുട്ടിന് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കൊടുക്കണത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മസാല എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തട്ടെ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഇപ്പൊ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തവി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഈ മസാല കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ചിക്കൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ നാളികേരം ചിരകിയതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഞാൻ 2 ടേബിൾ സ്പൂണോളം അളവിലാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ മസാല ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഒരിക്കലും പുട്ട് തയ്യാറാക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണം. അതായത് 2 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ മസാലയുടെ ആ ഒരു മിക്സും പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുടെ മിക്സും അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. പിന്നെ വീണ്ടും ചിക്കൻ്റെ മസാല 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് നാളികേരം ചിരകിയത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് മിക്സ് ചേർത്ത് കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് നന്നായിട്ട് ഹാർഡായിട്ട് തന്നെ മാറും. വീണ്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചിക്കൻ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നാളികേരം ചിരകിയത് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ ഇനി നമുക്ക് ഇത് അടച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുടത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആവി ഒന്ന് വരട്ടെ. ഒരുപാട് സമയമൊന്നും എടുക്കില്ലല്ലോ പുട്ടൊന്നും കുക്കായിട്ട് വരാൻ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വന്നു കഴിഞ്ഞാൽ തന്നെ പുട്ട് കുക്കായിട്ട് വന്നോളും. ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ ആവി ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. പുട്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാനും നല്ല അടിപൊളി തന്നെയാണ്. അതുപോലെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ ഉള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ പുട്ട് ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാനിപ്പോൾ അടുത്ത പുട്ടും ഇതുപോലെ തന്നെ ഒന്ന് എടുക്കണം കേട്ടോ. കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതും. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.